കൈയൊക്കെ കഴുകി വൃത്തിയാക്കണേ. ഇപ്പൊ ചക്കയുടെ സീസൺ അല്ലേ? ചക്ക വെച്ച് നമുക്ക് ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കാം. വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. ചക്ക ഉപയോഗിച്ച് കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ കേക്ക് ടിൻ റെഡിയാക്കാം. ഞാൻ പാനിലാണ് ചെയ്യുന്നത്. അതിനകത്തേക്ക് കുറച്ച് ഓയിൽ തടവിയിട്ട് ബട്ടർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഈ ഓയിൽ തടവിയിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് ഡസ്റ്റ് ചെയ്തെടുത്താൽ മതി. കേക്ക് ടിൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പഞ്ചസാര പൊടിച്ചത് 3/4 കപ്പ്, 2 മുട്ട, 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, നമ്മൾ സോഡാപ്പൊടി. പിന്നെ നമുക്ക് ചക്ക 3/4 കപ്പ് അരച്ചെടുത്താണ്. ഒത്തിരി അരഞ്ഞു പോകുമൊന്നും വേണ്ട, ചെറിയ തരിയൊക്കെ ആയിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ പാല്, 1/4 കപ്പ് ഓയിൽ, ഇത് സൺഫ്ലവർ ഓയിലാണ്. 1/2 കപ്പ് മൈദ വേണം. 250 ml കപ്പാണ്. നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ബീറ്ററോ വിസ്കോ അങ്ങനെയൊന്നും വേണ്ട, നമ്മുടെ സാധാരണ ടീസ്പൂൺ മതി. ഇച്ചിരി നീളമുള്ളതാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ബീറ്റ് ചെയ്തെടുക്കാനെല്ലാം. അപ്പോൾ നമുക്ക് നമ്മുടെ എഗ്ഗ് ആദ്യം തന്നെ ഒന്ന് ബീറ്റ് ചെയ്യാം. നന്നായിട്ട് മിക്സായി ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരുന്ന പോലെ, നമ്മൾ ഓംലെറ്റിനൊക്കെ അടിക്കില്ലേ അതുപോലെ അടിച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാര, അത് 3/4 കപ്പാണ്. മധുരം ഒത്തിരിയുള്ള ചക്കയാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം. 1/2 തൊട്ട് 3/4 കപ്പ് വരെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് 3/4 കപ്പാണ്. ഇനി 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. വാനില എസൻസ് ജസ്റ്റ് ആ മുട്ടയുടെ ഫോൾ സ്മെല്ല് പോകാൻ മാത്രമാണ്. 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓയിലിങ്ങനെ അതിൻ്റെ മേലെ എഗ്ഗുമായിട്ട് പെട്ടെന്ന് ബ്ലെൻഡ് ആവില്ല, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, നമ്മളെ സോഡാപ്പൊടി, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അരച്ച് വെച്ചേക്കുന്ന ചക്ക കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതിനകത്ത് ഉള്ള ചെറിയ ചെറിയ കഷ്ണങ്ങൾ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടും. ഇനി നമുക്ക് ചേർക്കേണ്ട മൈദയാണ്. മൈദ ഒറ്റയടിക്ക് ഫുള്ളങ്ങ് ഇടരുത്. ഇത് ഞാൻ അരിച്ചൊന്നും വെച്ചിട്ടുള്ള മൈദയല്ല, നോർമൽ നമ്മൾ എങ്ങനെയാണോ മേടിക്കുന്നത് അതുപോലെ തന്നെയാണ്. കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കുറച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം കുറച്ചുകൂടി ഇടാം, വീണ്ടും മിക്സ് ചെയ്യാം. അങ്ങനെ മൈദ തീരുന്ന വരെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് പാല് ചേർക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട്. എത്ര വേണ്ടി വരും നോക്കാം. 1 ടേബിൾ സ്പൂൺ ആദ്യം ഒഴിച്ച് മിക്സ് ചെയ്യാം. എനിക്കിത്ര മതി. എൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ്. ചില എഗ്ഗിൻ്റെ വൈറ്റ് കുറവായിരിക്കും, അപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടി ചേർക്കേണ്ടി വരും. പക്ഷെ ഇതിനകത്ത് 1 ടേബിൾ സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. ഇതാണ് കൺസിസ്റ്റൻസി, കറക്റ്റാണ്. ഇതാ ഏറെക്കുറെ ഇഡലി മാവിൻ്റെ ഒരു പരിവാണ്. നമുക്ക് ബാറ്റർ ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിനകത്തേക്ക് മാറ്റാം. ഇപ്പോൾ ചക്കയുടെ ചെറിയ ചെറിയ പീസുകളൊക്കെ ഇതാ കണ്ടോ, കാണാൻ പറ്റും. ഇത് മൊത്തം മാറ്റിയതിന് ശേഷം ആ പാത്രം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസൊക്കെ പോയി ഈ കേക്ക് ഈവനായിട്ടിരിക്കാൻ വേണ്ടി കൂടിയാണ്. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഒരു ചൂടുകട്ടിയുള്ള പാത്രത്തിൻ്റെ മുകളിലോട്ട് നമ്മളുടെ ബാറ്ററിൻ്റെ പാൻ വയ്ക്കാം. 1 മിനിറ്റ് നമുക്ക് നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട്
30 മിനിറ്റ് സിമ്മിലിട്ട് ബേക്ക് ചെയ്യാൻ വെക്കാം. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുക്കായോ നോക്കുകയാണ്. ഇതാ ക്ലീനായി വന്നിട്ടുണ്ട്. ഒന്നും ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കുന്നില്ല. കേക്ക് തണുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് നോക്കാം സോഫ്റ്റ് ആണോ എന്നൊക്കെ നോക്കാം. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം അത്രയും സോഫ്റ്റാണ്. സൂക്ഷിച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അത്രയും ഇതാ നോക്കി, നമ്മൾ ചേർത്ത ചക്കയുടെ ചെറിയ ചെറിയ പീസുകൾ ഇരിക്കുന്നുണ്ടോ, നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇത്രയും സോഫ്റ്റാണ്. എല്ലാവരും കേക്ക് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.